നമ്മുടെ കുട്ടികൾ ഇങ്ങനെ ജർമ്മനിയിലേക്ക് പോയി അവിടെ ടാക്സ് പേ ചെയ്യുന്നവരായി കഴിഞ്ഞാൽ നമ്മുടെ എക്കോണമി താഴേക്ക് പോകത്തേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ എക്കോണമി ബൂസ്റ്റ് ആകണമെങ്കിലും ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ്, ഇൻഡസ്ട്രി ഓൺ ദി ക്യാമ്പസ് എന്നുള്ള കോൺസെപ്റ്റ് നമുക്ക് അനിവാര്യമാണ്. 4-5 വർഷം കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് അവരെന്താണ് ഫ്രഷറായിട്ടാണ് ഇറങ്ങി വരുന്നത്. എന്തുകൊണ്ടാണ് ഇൻഡസ്ട്രിയുടെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ അവർ മെൻറ്റർ ചെയ്ത് കൊടുക്കാൻ ആരുമില്ല. 6 മന്ത് ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് നമുക്ക് പ്ലേസ്മെന്റ് എന്നുള്ളത് സ്വപ്നം കണ്ടാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്. ഡിഗ്രി കോഴ്സ് കഴിഞ്ഞിരിക്കാൻ, ഡിഗ്രി കഴിയട്ടെ, ഞാൻ ഈ 6 മാസം ഒരു ഇന്റേൺഷിപ്പിന് പോവാ, ഇപ്പൊ കിട്ടും, ഇന്ന് കിട്ടും ആ ജോലി. അത് കഴിഞ്ഞാൽ ഒരു വർഷം 2 വർഷം പിന്നെ ജൂനിയർ റോൾ, അത് കഴിഞ്ഞാൽ പിന്നെ കുറേ കരിയർ സ്വിച്ച്, ജോബ് സ്വിച്ച്, ഇതെല്ലാം കൂടെ കഴിഞ്ഞ് ഒരു 10 to 15 വർഷം എടുക്കും ഒരു കംഫർട്ടബിൾ പൊസിഷനിൽ ഒരാൾ ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് എന്തെങ്കിലും സംതിങ് കുറേ കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കി ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നുള്ള ലെവലിൽ എത്തണമെങ്കിൽ 10 to 15 വർഷം എടുക്കും. എനിക്ക് ഇൻഡസ്ട്രി സ്കിൽസ് ആണ് ഫസ്റ്റ് ബിൽഡ് ചെയ്യേണ്ടത് എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ ഓഫ് ടെക്നോളജിയിലേക്ക് വരാം. ഹായ്, സ്റ്റേപ്പിന്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം ഇൻഡസ്ട്രി ഓൺ ദി ക്യാമ്പസ് എന്നുള്ള ഒരു കാര്യമാണ്. അതായത് ക്യാമ്പസുകളെ ഇൻഡസ്ട്രി ഓൺ ചെയ്യണം. നമുക്കറിയാം ഈ AI കാലഘട്ടത്തിൽ ഇനി ടീച്ചേഴ്സിനേക്കാൾ കൂടുതൽ കുട്ടികൾക്ക് വേണ്ടത് മെൻറ്റേഴ്സ് ആണ്. അതായത് ഇൻഫർമേഷൻ ഇപ്പോൾ നമുക്ക് ChatGPT ഉണ്ട്, ജെമിനി ഉണ്ട്. ഇപ്പോൾ ജെമിനി തന്നെ ഒരു വർഷത്തേക്ക് നമുക്ക് എല്ലാ കോളേജ് സ്റ്റുഡൻസ് 18 വയസ്സ് കഴിഞ്ഞ എല്ലാ കുട്ടികൾക്കും ജെമിനി പ്രോ ഫ്രീ ആണ്. ഇപ്പോൾ ഒരു വർഷത്തേക്ക് എല്ലാവർക്കും ഫ്രീ ആണ്. അതെല്ലാവർക്കും എന്ത് ചെയ്യാം, പോയി ഗൂഗിളിൽ പോയി അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ID കാർഡ് അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്കത് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാ കോളേജ് സ്റ്റുഡൻസും അത് അപ്ലൈ ചെയ്യുക. ഇപ്പോൾ നമുക്ക് നോളജ് എന്ന് പറയുന്നത് ഒരു സെർച്ചിനപ്പുറത്തേക്ക് ഒരു ഡീപ്പ് റിസർച്ച് കിട്ടുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് ഒരു PhD കഴിഞ്ഞ ആൾ എങ്ങനെയാണോ ഇൻഫർമേഷൻ തരുന്നത് അത്രയ്ക്ക് ഇൻഫർമേഷൻസ് തരുന്നുണ്ട്. ഒരിക്കലും ഒരു പ്രൊഫസറിനോട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു 6 മാസം പോയി ചോദിച്ചാൽ കിട്ടുന്ന ഇൻഫർമേഷൻ ഇപ്പം നമുക്ക് എന്ത് ചെയ്യും, 10 മിനിറ്റ് കൊണ്ട് കിട്ടുന്ന രീതിയിലേക്ക് എത്തി. അപ്പോൾ ഇനി കുട്ടികൾക്ക് വേണ്ടതൊരു ടീച്ചറിനെ അല്ല, ഒരു മെൻറ്ററിനെയാണ്. അവിടെയാണ് നമ്മുടെ ഇന്ന് അക്കാഡമിക്സ് ഏറ്റവും നേരിടുന്ന പ്രശ്നം. ഈ പഠിപ്പിക്കുന്നവർക്ക് മെൻറ്റർ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കൂടി ഉണ്ടാവണം എന്നാണ് കുട്ടികൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവിടെ സംതിങ് ചെയ്ത ആളുകൾ, അതായത് സംതിങ് ഇപ്പോൾ ഒരു റോബോട്ടിക്സിലാണെങ്കിൽ ഒരു റോബോട്ടിക് സ്റ്റാർട്ടപ്പ് റൺ ചെയ്യുന്ന അതിൻ്റെ ഫൗണ്ടേഴ്സ് വരുമ്പോഴാണല്ലോ അവർക്ക് മെൻറ്റർ ചെയ്യാൻ പറ്റുന്നത്. അതല്ലെങ്കിൽ അവരും വായിച്ച നോളജ് ആയിരിക്കും പറഞ്ഞു തരിക. അപ്പോൾ ഇതാണിപ്പോൾ കുട്ടികൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നം. അപ്പം നമുക്ക് ഇപ്പോഴത്തെ ഒരു രീതിയിൽ, അതായത് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഡിഗ്രി, അത് കഴിഞ്ഞിട്ട് കരിയറിന് വേണ്ടി പിന്നെ നമുക്ക് ഇന്റേൺഷിപ്പിനൊക്കെ പോകാം, ഇങ്ങനെ ഒരു സിസ്റ്റം ശരിക്കും മതിയോ? അത് മാത്രം മതിയാകില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു കോഴ്സ് എടുക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ MBBS LLB ഒക്കെ പോലുള്ള കോഴ്സുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് ഇൻഡസ്ട്രിയും ആ സിലബസും കൂടെ ഒരുമിച്ച് മെർജ് ചെയ്താണ് പോകുന്നത്. അതായത് അവർക്ക് റിയൽ ലൈഫ് എക്സ്പീരിയൻസ് കിട്ടിയാണ് പോകുന്നത്. പക്ഷെ നമ്മൾ BTech ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മളവിടെ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ലാബ് എന്ന് പറയുന്നത് വളരെ, നമ്മൾ എപ്പോഴും സിലബസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ലാബിനെ കട്ട് ചെയ്യും. അതാണ്. അപ്പോൾ എന്താണ്, അത്ര പോലും നമുക്ക് എന്താ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അവർ എവിടെയും കാണുന്നില്ല. അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയാതെയാണ് പല കോഴ്സുകളും കഴിഞ്ഞിട്ട് കുട്ടികൾ ഇൻഡസ്ട്രിയിൽ വരുന്നത്. അപ്പോൾ എന്താണ്, ഒരു 4-5 വർഷം കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് അവരെന്താണ് ഫ്രഷറായിട്ടാണ് ഇറങ്ങി വരുന്നത്. എന്തുകൊണ്ടാണ് ഇൻഡസ്ട്രിയുടെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ അവർ മെൻറ്റർ ചെയ്ത് കൊടുക്കാൻ ആരുമില്ല. സിലബസിലൂടെ ബുക്സിലൂടെ പഠിക്കുന്ന കാര്യങ്ങൾ മാത്രം വെച്ചിട്ട് അവർ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷയോടെയാണ് ഇറങ്ങുന്നത്. ശരിക്കും അവിടെ ഒരു എന്താണ്, പലർക്കും ആ നോളജ് ഇല്ലായ്മ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഒരു മെൻറ്ററിങ് കിട്ടാത്തതിൻ്റെ സിറ്റുവേഷനൊക്കെ അവിടെ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ മഹാദേവിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 19 വയസ്സാണ്. അപ്പോൾ 19 വയസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുന്നിലിരിക്കുമ്പോൾ +2 കഴിഞ്ഞു, അതിനുശേഷം നേരെ ഡിഗ്രിയിലേക്ക് പോകുന്നതിന് പകരം ഒരു ബ്രേക്ക് എടുത്തു നേരെ വന്നത് സ്റ്റേപ്പിൻ്റെ CTO ആയിട്ടാണ്. ഓക്കെ, അത് കഴിഞ്ഞ് ഇപ്പോൾ ഡിഗ്രി ചെയ്യുന്നുണ്ട്. അത് അപ്പോൾ ഇത് പാരലായിട്ട്, അതായത് ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇപ്പോൾ മഹാദേവിൻ്റെ കോൺസെപ്റ്റിൽ എന്തിനാണ് ഡിഗ്രി? ഒരു സർട്ടിഫിക്കറ്റിനാണോ, അതല്ല ഡിഗ്രി ആണോ ജോലി തരുന്നത്? എന്താണ് ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്? എൻ്റെ ഒരു കൺസെപ്റ്റിൽ എന്ന് പറയുമ്പോൾ സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വാലിഡേഷൻ അല്ലെങ്കിൽ ഒരു ലൈക്ക് നമ്മുടെ അക്കാഡമിക് ഇൻ്റലക്റ്റ് എത്ര ഉണ്ട് എന്നുള്ളൊരു വാലിഡേഷനാണ് തരുന്നത്. നമുക്ക് എന്താണ് നമ്മുടെ ലൈക്ക് സൊസൈറ്റിയിൽ എന്താണ് നമുക്ക് പറയുന്ന വാല്യൂ ഉണ്ടല്ലോ. അതെ. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യം, അല്ലെങ്കിൽ നമ്മൾ ഇനിയിപ്പോൾ ഒരു 10, 40, 50 വർഷത്തേക്ക് ചെയ്യാൻ പോകുന്നത് ഇൻഡസ്ട്രിയൽ റെലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം മാത്രമായിരിക്കും ഉണ്ടാവുക. ആ കാര്യം നമുക്ക് ഇപ്പുറത്ത് കിട്ടുന്നില്ല. അത് ഇപ്പോൾ ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോഴും എനിക്ക് മനസ്സിലാവുന്നൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ ഇത്രയും കാലം ഇവിടെ സ്പെൻഡ് ചെയ്തു. ഇപ്പോൾ ടയൽ ഗ്രൂപ്പിനകത്ത് ഞാൻ സ്പെൻഡ് ചെയ്തത് 7-8 വർഷമാണ്. ഈ 8 വർഷത്തിൽ കിട്ടുന്ന എക്സ്പീരിയൻസ് ഒരു കാരണവശാലും എന്ത് ചെയ്യുന്നില്ല, നമുക്കൊരു ബുക്കിൽ നിന്ന് കിട്ടുന്നതല്ല. കാരണം റിയൽ ലൈഫിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് അല്ലെങ്കിൽ റിയൽ ലൈഫിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യും, ഒരു ക്ലാസ് റൂമിൽ ഇരുന്നുകൊണ്ട് കിട്ടത്തില്ല. അതേ സംഭവമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ MBBSലും LLBയുടെയും കാര്യം നമ്മൾ പറഞ്ഞത്. അവിടെയാണ് റിയൽ ലൈഫിലാണ് അവർ പ്രാക്ടീസ് ചെയ്യുന്നത്, റിയൽ സംഭവങ്ങളിൽ.
പക്ഷെ അതേ നമുക്ക് എഞ്ചിനീയറിംഗിലോട്ട് വരുമ്പോഴത്തേക്കും ഒരു റിയൽ ലൈഫും ഇല്ല. അതിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവിടെ ചെയ്യുന്നു എന്നുള്ളതും അതെ അതെ, എഞ്ചിനീയറിംഗിന്റെ ഒരു ക്ലാസ് റൂം എന്ന് പറയുന്നത് അത് ശരിക്കും ഒരു കമ്പനി ആയിരിക്കണം. അതെ. അപ്പോഴാണ് അത് അവിടെ എന്ത് കുട്ടികൾക്ക് പ്രോബ്ലം ആണ് വരുന്നത്, എക്സ്പെരിമെന്റ്, എന്തിനുള്ള അതെ, സൊല്യൂഷൻ ആണ് അവർക്ക് എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റണം, അവർക്ക് സംതിങ് ബിൽഡ് ചെയ്യാൻ പറ്റണം. പക്ഷെ നമ്മളിവിടെ ചെയ്യുന്നത് ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കുട്ടികൾ പഠിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും ചോദ്യം അവിടെയും നടന്നു പോകുന്ന ഒരു കാര്യമുണ്ട്, ചില സാധനങ്ങൾ ഔട്ട്ഡേറ്റഡ് ആയി പോകും. അതെ അതെ. അപ്പൊ എല്ലാവരുടെയും ചോദ്യം അതാണ്, നിങ്ങൾ എന്തിനാ ഇപ്പോൾ ഔട്ട്ഡേറ്റഡ് സിലബസ് പഠിപ്പിക്കുന്നത്, ക്യാമ്പസുകൾക്ക് അങ്ങ് മാറ്റിയാൽ പോരെയെന്ന്. പക്ഷെ അവിടെ ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലം എന്ന് പറയുന്നത് ഒരിക്കലും സിലബസ്, ഇപ്പോൾ ടെക്നോളജി ബേസിക്കലി എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ചേഞ്ച് ആവുന്ന ഒരു കാര്യമാണ്. ദിവസം വെച്ചിട്ടാണ് ഓരോ പുതിയ പുതിയ അതെ, ടെക്നോളജീസ്. ഇന്നലെ ഉപയോഗിച്ച ടൂൾസ് അല്ല ഇന്ന് ഉപയോഗിക്കുന്നത്. നമുക്കും അല്ലെങ്കിൽ ഇപ്പൊ ചെയ്യാൻ പറ്റുന്നില്ല. അതെ, ഒരിക്കലും നമ്മളിപ്പോ ഫുള്ളി ഇൻഡസ്ട്രിയിൽ നിന്ന് കഴിഞ്ഞാൽ പോലും നമ്മൾ ഔട്ട്ഡേറ്റഡ് ആണ്. ഓക്കെ, കാരണം വേറെ എവിടെയോ എന്തൊക്കെയോ ഇന്നോവേഷൻസ് അവിടെ നടന്നു കഴിഞ്ഞു. നമുക്കിവിടെ എത്താൻ കുറച്ച് സമയം എടുക്കുന്നു, ചിലതിലേക്ക് അക്സസ് കിട്ടാനായിട്ട് നമുക്ക് താമസം. ഇപ്പോൾ ഗൂഗിളിന്റെ പ്രൊഡക്റ്റ് ചിലപ്പോൾ US-ലായിരിക്കും ആദ്യം ഇറങ്ങുന്നത്, നമ്മളിലേക്ക് എത്താൻ എന്ന് പറഞ്ഞാൽ US-നേക്കാൾ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു സിസ്റ്റത്തില് അവർക്ക് എങ്ങനെയാണ് ഇതൊരു പ്രിന്റഡ് സിലബസിലേക്ക് ഒരിക്കലും പോസിബിൾ ആവില്ല. അപ്പൊ പിന്നെ നമ്മൾ ഒരിക്കലും ക്യാമ്പസിനെ അല്ല നമ്മൾ പറയേണ്ടത്. ക്യാമ്പസ് എപ്പോഴും തരുന്നത്, അതല്ലെങ്കിൽ അക്കാഡമിക് സിസ്റ്റം എപ്പോഴും തരുന്നത് ഒരു ഫൗണ്ടേഷനാണ്. ഒരു കുട്ടിക്ക് ഓരോ സെമസ്റ്ററിലും 5-6 സബ്ജക്ട് വെച്ചിട്ട് ചെയ്യുമ്പോൾ കുട്ടിക്ക് ഫ്ലേവേഴ്സ് കൊടുക്കുകയാണ്. ഇത്രയും ഫ്ലേവറുകൾ ഇവിടെ ഉണ്ട്. ഇനി ഇതിൽ നിന്നും കുട്ടി അവന്റെ പാഷൻ കണ്ടെത്തണം. ഇതിൽ ഏതോ ഒരു സബ്ജക്റ്റിലെ ഏതോ ഒരു ചാപ്റ്റർ ആണ് അവന്റെ പാഷൻ. ഇത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഫ്ലേവറുകൾ കൊടുത്തത്. പക്ഷേ നമ്മൾ ആ ഒരു സിസ്റ്റത്തിലല്ല ഇതിനെ എടുത്തിട്ടുള്ളത്. നമ്മൾ എടുക്കുന്നത് എന്താണ്, എല്ലാ ചാപ്റ്ററിലെ എല്ലാം കൃത്യമായിട്ട് കുട്ടി പഠിച്ചിരിക്കണം. അതൊരിക്കലും റിയാലിറ്റി അല്ല. നമുക്ക് അത്രയും പഠിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുട്ടികൾക്ക് ചില സബ്ജക്റ്റുകളിൽ അവർക്ക് പരാജയം സംഭവിച്ചേക്കാം. പക്ഷെ നമ്മൾ ആ പരാജയത്തെ കാണുന്നത് എന്താണ്, ഇവന് ഡിഗ്രി ഇല്ല, ഇവനെ കൊണ്ട്. പക്ഷെ വേറൊരു സബ്ജക്റ്റിൽ ആ കുട്ടി എക്സൽ ചെയ്യുന്നുണ്ട്, അതിനെ നമ്മൾ നോക്കുന്നില്ല. നമുക്ക് പക്ഷേ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ ഇതാണ്, നമുക്ക് ക്യാമ്പസുകൾ എന്ന് പറയുന്നത് നമുക്ക് ഈ കുട്ടികളെല്ലാം ഒരുമിച്ചിരുത്തുന്ന ഒരു സ്ഥലമാണ്. ഇൻഡസ്ട്രി അവിടെ വന്ന് ആ കുട്ടിയെ പിക്ക് ചെയ്യുമ്പോഴാണ്. അതായത് ഇപ്പോൾ നമ്മൾ പറയും, ഇപ്പം മഹാദേവിനെ എന്ത് ചെയ്യും, ടാലറോപ്പ് വന്ന് സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്തപ്പോഴാണ് ശരിക്കും അവിടെ ഒരു ടാലന്റ് ഉണ്ടായത്. അപ്പം ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, ക്യാമ്പസിന്റെ ഫസ്റ്റ് ഇയറിൽ ചെല്ലുക. ഫസ്റ്റ് ഇയർ അല്ലേ ഏറ്റവും കൂടുതൽ കുട്ടികൾ സ്വപ്നം കണ്ടുകൊണ്ട് വരുന്നത് ഫസ്റ്റ് ഇയറിലാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു വരുന്ന സമയം. പറ്റാണ്ട് വരുമ്പോഴാണ് അവര് അതെ, പിന്നെ അവരെന്ത് ചെയ്യും, ഒരു ഡിപ്രഷനിലേക്കൊക്കെ പോകും. അതായത് എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ. അതെ, ആ സമയത്ത് അപ്പോൾ ആ ഫസ്റ്റ് ഇയറിൽ പോയി എന്താ ഒരു ഇൻഡസ്ട്രി, ഒരു കമ്പനി പോയി പിക്ക് ചെയ്യാണ്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണ്ടത് ഇത്ര എഞ്ചിനീയേഴ്സിനെ വേണം, 4 വർഷം കഴിഞ്ഞിട്ട് വേണ്ട എഞ്ചിനീയേഴ്സാണ്. ഇപ്പോഴേ പോയി അവരെന്ത് ചെയ്തു, മെല്ലെ ട്രെയിൻ ചെയ്തു. ഒരുപാടൊന്നും ട്രെയിൻ ചെയ്യണ്ട, ഒരു മണിക്കൂറൊക്കെ ട്രെയിൻ ചെയ്താൽ മതി ഒരു ദിവസം. അപ്പം ആ ഒരു ലെവലിൽ ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്ന് 4 വർഷം കഴിയുമ്പോൾ അവനൊരു എഞ്ചിനീയറായി മാറിയിട്ടുണ്ടാവും. അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യും, ആ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു 100 പേരെ ട്രെയിൻ ചെയ്താൽ ഒരു 20 പേരെ കിട്ടും. അത്ര മതിയാവും. 20 എഞ്ചിനീയേഴ്സ് പോരെ. പക്ഷെ 20 എഞ്ചിനീയേഴ്സും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സ് ആയിരിക്കും. ഇപ്പോഴും നമ്മുടെ ഇതിൽ ഒരു കാര്യം കൂടി ഇപ്പം മഹാദേവിനോട് എനിക്ക് ചോദിക്കാനല്ലോ. ഇപ്പോൾ മഹാദേവ് ഇപ്പം ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഡിഗ്രി ചെയ്യുമ്പോൾ ഇപ്പം 4 വർഷം കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മഹാദേവിന്റെ എക്സ്പീരിയൻസ്, അതായത് 4 വർഷം എക്സ്പീരിയൻസ് ആയിട്ടുള്ള എഞ്ചിനീയറും ഉണ്ട് ഒരു സൈഡിൽ, അടുത്തൊരു സൈഡിൽ ഡിഗ്രി ഉണ്ട്. ഇത് നമുക്ക് എങ്ങനെ, ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഏറ്റവും അധികം കൺഫ്യൂഷൻ നേരിടുന്ന ഒരു സംഭവം ഇതാണ്. അതായത് ഡിഗ്രി അവരെന്ത് ചെയ്യുന്നു, ഒരു ഫുൾ ടൈം ആയിട്ട് ഡിഗ്രി പഠിക്കുന്നു, അവർക്ക് ഇൻഡസ്ട്രി അതിനോടൊപ്പം നിർത്താൻ പറ്റുന്നില്ല. ഇതെങ്ങനെയാണ് ഇപ്പോൾ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? റൈറ്റ് നൗ ഞാനൊരു ഓൺലൈൻ മെത്തേഡിലൂടെയാണ് പോകുന്നത്. അതായത് പാരലൽ രീതിയിലാണ്. ഇൻഡസ്ട്രി ഒരു സൈഡിൽ, അതേപോലെ തന്നെ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഒരു സൈഡിലും അക്കാഡമിക് എക്സ്പീരിയൻസ് വേറൊരു സൈഡിലും. ഇപ്പോൾ രണ്ടും ഒരു പാരലലി കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. കാരണം നമ്മൾ ഏതാണോ ചൂസ് ചെയ്യുന്നത്, ഇപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് ഓപ്പൺ യൂണിവേഴ്സിറ്റീസും പല കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ അല്ലാതെ വേറെ ലൈക്ക് എന്താണ് ഹൈ ടിയറിലുള്ള പല യൂണിവേഴ്സിറ്റീസും ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, IIT പോലുള്ള യൂണിവേഴ്സിറ്റീസ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ ഇപ്പോൾ പുതിയൊരു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വന്നതോടുകൂടി തന്നെ ഇതൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്, പല തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല, അല്ലെ പല സ്റ്റുഡൻസ് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴും അവർ ട്രഡീഷണൽ മെത്തേഡിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ട്രഡീഷണൽ ആയിട്ടുള്ള അത്രയും സ്ലോ മെത്തേഡിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വയൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പല കാര്യങ്ങളും പാരലി ചെയ്യാം എന്നുള്ള രീതിയിൽ. ഞാൻ എപ്പോഴും കോളേജിലെ അല്ലെങ്കിൽ സ്കൂൾ സ്റ്റുഡൻസിലോ അല്ലെങ്കിൽ കോളേജ് സ്റ്റുഡൻസിൻ്റെ അടുത്തൊക്കെ പറയുന്നൊരു സംഭവമുണ്ട്. അതായത് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നു, +2 കഴിഞ്ഞു, നമ്മളൊരു ഡിഗ്രി അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിൽ കയറി. അപ്പോൾ കയറുമ്പോഴത്തേക്ക് എത്രയാണ്, ഒരു 3 to 4 വർഷം. ഇപ്പോൾ 4 വർഷമാണ് മോസ്റ്റ്ലി ഉള്ള ഡിഗ്രീസ് എല്ലാം. 4 വർഷം അവർ സ്പെൻഡ് ചെയ്തു.
ഈ 4 വർഷം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷം ഒരു ഇന്റേൺഷിപ്പിൽ സ്പെൻഡ് ചെയ്യാണ്. അപ്പോൾ എന്ത് ചെയ്യണം, അവർ ആദ്യം പറ്റാവുന്ന സ്കിൽസ് എല്ലാം അക്വയർ ചെയ്യാൻ നോക്കണം സ്വന്തമായിട്ട്. ഇനി ആ സ്കിൽസ് വെച്ചിട്ട് അവർ കമ്പനിയിൽ എന്ത് ചെയ്യണം, ഇന്റേൺഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്യണം. എന്ത് ചെയ്യണം, ഏതെങ്കിലും കോഴ്സോ അല്ലെങ്കിൽ പെയ്ഡോ അൺപെയ്ഡോ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യണം. അതിലൊരു 6 മാസത്തെയോ 8 മാസത്തെയോ ഒരു ഇന്റേൺഷിപ്പ് കിട്ടും. ഇതിൽ നിന്ന് എന്തെങ്കിലും സ്കില്ല് കിട്ടും. അത് കഴിഞ്ഞാൽ ഒരു വർഷം 2 വർഷം പിന്നെ ജൂനിയർ റോൾ. അത് കഴിഞ്ഞാൽ പിന്നെ കുറേ കരിയർ സ്വിച്ച്, ജോബ് സ്വിച്ച്, ഇതെല്ലാം കൂടെ കഴിഞ്ഞ് ഒരു 10 to 15 വർഷം എടുക്കും ഒരു കംഫർട്ടബിൾ പൊസിഷനിൽ ഒരാൾ ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് എന്തെങ്കിലും സംതിങ് കുറേ കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കി ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നുള്ള ലെവലിലെത്തണമെങ്കിൽ 10 to 15 വർഷം എടുക്കും. ഇത് ഇത്രയും ടൈമാണ് നമ്മൾ എവിടെയോ കൊണ്ട് വേസ്റ്റ് ആക്കിയതായിട്ട് തോന്നുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് എന്താണ്, എനിക്ക് എൻ്റെ സ്കൂൾ തുടങ്ങിയത് കൊണ്ട് തന്നെ 7 വർഷം കൊണ്ട് ആ ഒരു കംഫർട്ടബിൾ പൊസിഷനിൽ ഞാൻ എത്തി. അപ്പോൾ ആകെ 1 മണിക്കൂറാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ എത്തിയിട്ടുള്ളത്, ഓരോ ദിവസവും ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഈ ടൈമിൽ തന്നെ ഇപ്പോൾ കോളേജ് പെർസീവ് ചെയ്യുന്നതായിക്കോട്ടെ, സ്കൂൾ പെർസീവ് ചെയ്യുന്നതായിക്കോട്ടെ, ഇവർക്കൊക്കെ ഇൻഡസ്ട്രീസിൻ്റെ ഡയറക്റ്റ്ലി എന്തെങ്കിലും എക്സ്പീരിയൻസ് ഒരു ഡേയിൽ ഈവൻ 1 hour പോലും കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, മെന്ററിങ്ങും അതേപോലെ തന്നെ എക്സ്പീരിയൻസും ഒരു റിയൽ പ്രോജക്റ്റുകളിൽ ഇൻക്ലൂഡ് ആവാനുള്ള ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഈ 15 വർഷം എന്നുള്ളത് ഏറ്റവും മിനിമം ഒരു 7 വർഷം അല്ലെങ്കിൽ 6 വർഷത്തോട്ട് എന്തായാലും മാറാൻ വേണ്ടി കഴിയും. അതെ, സ്കൂൾ ടൈമിലെ തന്നെ തുടങ്ങിക്കഴിഞ്ഞാലുള്ള അഡ്വാൻറ്റേജ് ഒരു വർഷത്തിൽ 365 ദിവസമാണ്. 365 ദിവസം പഠിക്കണമെന്നില്ല, ശരിക്കും 150 ദിവസമാണല്ലോ. നമ്മളൊക്കെ മാക്സിമം പഠിച്ചിട്ടുണ്ടാവും 150 ദിവസമാണ്. 150 ദിവസം 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 150 മണിക്കൂർ. പക്ഷെ ഇത് 10 വർഷമായപ്പോൾ 1500 മണിക്കൂറായി. ഇതാണ് വ്യത്യാസം ഉണ്ടാക്കുന്നത്. ഈ 1500 മണിക്കൂർ എന്നുള്ളത് മാത്രമല്ല, 10 വർഷത്തെ ടെക്നോളജിയിൽ എന്തൊക്കെ മാറ്റം സംഭവിച്ചു എന്നുള്ള ആ ഒരു പാത്ത് നമുക്കറിയാം. ഇത് ഭയങ്കരമായിട്ട് കുട്ടികളിൽ മാറ്റം ഉണ്ടാക്കി. ഇപ്പൊ കോളേജ് സ്റ്റുഡൻസിലേക്ക് വരുമ്പോൾ ഈ കോളേജിൽ വരുന്ന 4 വർഷം അവർക്കൊരു കമ്പനിക്കുള്ളിൽ വർക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ 4 വർഷം എക്സ്പീരിയൻസ് ഉള്ള എഞ്ചിനീയറും ആവും. അത് കഴിഞ്ഞ് അവരൊരു കമ്പനിയിലേക്ക് കയറുമ്പോൾ അവർക്കൊരു സീനിയർ പൊസിഷനിൽ തന്നെ, അതായത് ബിഗിനർ പൊസിഷൻസ് എല്ലാം മാറ്റിയിട്ട് ഒരു സീനിയർ പൊസിഷനിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ നമ്മുടെ കരിയറിനെ നമുക്കൊരു ഹൈവേ പോലെ കണ്ട, അതായത് നമ്മുടെ ഒരു കോളേജ് ടൈമിൽ നമ്മൾ എന്താണ് ഈ അക്കാഡമിക് എഡ്യൂക്കേഷനാണ് മെയിൻ ഹൈവേ ആയിട്ട് കാണുന്നതും നമ്മൾ വിളിക്കുന്നത് സ്കിൽ ഡെവലപ്മെൻറ്റ് വിളിക്കുന്നത് തന്നെ അഡീഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് എന്നാണ്. ഇതൊരു ആഡ് ഓൺ, അതായത് ഒരു സർവീസ് റോഡ് പോലെയാണ്. വൺസ് ഈ കോളേജ് അങ്ങ് കഴിഞ്ഞാൽ ഈ ഹൈവേയുടെ സ്വഭാവം മാറും. അവിടെ മെയിൻ ഹൈവേയിൽ സ്കിൽ ഡെവലപ്മെൻറ്റും എത്തും, സർവീസ് റോഡ്, അതായത് നമ്മുടെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ആണ്. ചില ഇൻ്റർവ്യൂസിന് അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് വേണം, ഡിഗ്രി സർട്ടിഫിക്കറ്റ്. ആ ഒരു റോൾ മാത്രമേ ആ സർട്ടിഫിക്കറ്റിനുള്ളൂ, അതായത് ആ ഫയലിൽ കൊടുക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ബാക്കി മുഴുവനും നമുക്ക് എന്ത് സ്കില്ലുണ്ടെന്നാണ് അവിടെ തെളിയിക്കേണ്ടത്. ഇതാണ് കുട്ടികൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഹൈവേയുടെ നേച്ചർ അങ്ങ് സ്വിച്ച് ആവുകയാണ്. അപ്പോൾ കുട്ടികൾ ഇവിടെ നിന്ന് സർവീസ് റോഡിൽ നിന്ന് വന്ന് കയറിയ ഒരാൾക്ക് ഡയറക്റ്റ് എന്താണ് 120 കിലോമീറ്റർ ഹൈവേയിലോട്ട് അങ്ങ് കയറാൻ പറയുക. കുട്ടികൾക്ക് പിന്നെ എന്ത് ചെയ്യണം എന്നറിയില്ല. അതാണ് ഇപ്പം നേരിടുന്ന പ്രശ്നം. അതുകൊണ്ട് തന്നെ സ്കിൽ ഡെവലപ്മെൻറ്റ് മെയിനും. ഇപ്പോൾ മഹാദേവൻ്റെ എക്സാമ്പിൾ, മഹാദേവ് ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പറയാമല്ലോ. മഹാദേവ് ഇപ്പോൾ ചെയ്യുന്നത് സ്കിൽ ഡെവലപ്മെൻ്റ് ആണ് മെയിൻ. അതായത് സർട്ടിഫിക്കറ്റിന് ഡിഗ്രി വേണം, അത് നമുക്ക് പാരലി ചെയ്യാം. ഇപ്പോൾ അത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉള്ളപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് മാറി ചിന്തിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് റിപ്ലേസ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. അതിപ്പോൾ റിപ്ലേസ് ചെയ്യുന്ന കാര്യം പറയുമ്പോൾ തന്നെ ഇപ്പോൾ എൻട്രി ലെവൽ ജോബ്സ് ഇനി തൊട്ടില്ല. അതെ, ജൂനിയർ ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ എന്താണ് ഒരു ലെവൽ 1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജോബ് ഇനി കാണില്ല. ഇന്ത്യൻ കമ്പനീസ് ഓൾറെഡി അത് എടുത്ത് കളഞ്ഞു തുടങ്ങി. അമേരിക്കൻ കമ്പനീസ് ഈ ഹയർ സീനിയർ പൊസിഷൻ തന്നെ എടുത്ത് കളഞ്ഞു തുടങ്ങി. അപ്പൊ സ്കെയിലർ എയുടെ കാര്യം നമുക്കറിയാമല്ലോ. സ്കെയിലർ എനെ എന്ത് ചെയ്തു, മെറ്റ അക്വയർ ചെയ്തപ്പോൾ തന്നെ ഏകദേശം 200 എഞ്ചിനീയേഴ്സിനെ കംപ്ലീറ്റ്ലി പിരിച്ചുവിട്ടു. പിരിച്ചുവിട്ടെന്ന് പറഞ്ഞാൽ ആ കമ്പനി ആയിരുന്നു എന്ത് ചെയ്യുന്ന AI ഡേറ്റാസ് മൊത്തം ഈ പറയുന്ന ChatGPT ആയിക്കോട്ടെ, അതേപോലെ തന്നെ ക്ലൗഡ് ആയിക്കോട്ടെ, ഇങ്ങനത്തെ കമ്പനീസിനെല്ലാം ഡേറ്റ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്ന കമ്പനി തന്നെ കമ്പനിയുടെ ആൾക്കാരെ തന്നെ ഇത് പിരിച്ചുവിട്ടു തുടങ്ങി. എന്ന് പറഞ്ഞാൽ AI ഉണ്ടാക്കുന്ന കമ്പനിയെ തന്നെ ആൾക്കാരെ എന്ത് ചെയ്തു പിരിച്ചുവിട്ടു തുടങ്ങി. അപ്പോൾ ഈ ലെവലിലുള്ള ജോബ്, അതായത് ഇപ്പോൾ 4 വർഷം കഴിഞ്ഞ് ഒരു ഇന്റേൺഷിപ്പ് ജൂനിയർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കരിയർ പാത്ത് ഫോളോ ചെയ്യാൻ നിൽക്കുന്നവർക്ക് 2 വർഷം കഴിഞ്ഞ് ഇനി ആ ഒരു പാത്തേ കാണുള്ളൂ. അതെ, അതായത് ജൂനിയർ പൊസിഷൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. ഇപ്പോൾ സ്കെയിലയുടെ കാര്യം പറഞ്ഞു. ഇതുപോലെ തന്നെ ഇപ്പോൾ മൈക്രോസോഫ്റ്റിൽ ടൈപ്പ് സ്ക്രിപ്റ്റിൻ്റെ കോർ ടീമിലെ മെമ്പറിനെ, അതായത് ടൈപ്പ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ്, ആ ഒരു ലാംഗ്വേജ് എന്ന് തന്നെ നമുക്ക് പറയാം ഒരു സൂപ്പർ സെറ്റ്, അത് ജാവാ സ്ക്രിപ്റ്റിൻ്റെ ഒരു സൂപ്പർ സെറ്റ് ലാംഗ്വേജ് ആണ്. അപ്പം ആ ലാംഗ്വേജ് ബിൽഡ് ചെയ്ത കോർ ടീം മെമ്പറിനെ തന്നെ ഇപ്പോൾ 9,000 പേരെ പിരിച്ചുവിട്ട കൂട്ടത്തിൽ ആളിനെ പറയും. അതായത് ഇത്രയും സീനിയർ പൊസിഷനിലുള്ള 10 വർഷമായിട്ട് വർക്ക് ചെയ്യുക, പക്ഷെ ആളിനെ പോലും റിപ്ലേസ് ചെയ്യാൻ ഇന്ന് AI കൊണ്ട് പറ്റുമ്പോൾ നമ്മൾ ഇപ്പോഴും സ്വപ്നം കാണുകയാണ് 6 മാസത്തെ ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് ജോലി കിട്ടും.
നമ്മളിപ്പോഴും നോക്കുന്നതാണ് 6 മന്ത് ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് നമുക്ക് പ്ലേസ്മെന്റ് എന്നുള്ളത് സ്വപ്നം കണ്ടാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്. ഡിഗ്രി കോഴ്സ് കഴിഞ്ഞിരിക്കുക, ഡിഗ്രി കഴിയട്ടെ, ഞാൻ ഈ 6 മാസം ഒരു ഇന്റേൺഷിപ്പിന് പോവാ, ഇപ്പൊ കിട്ടും, ഇന്ന് കിട്ടും ആ ജോലി. പക്ഷേ ഇത് എത്ര കാലം ഉണ്ടാവും? ഇന്ന് ഫസ്റ്റ് ഇയറിൽ ജോയിൻ ചെയ്യുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 4 വർഷം കഴിയുമ്പോൾ ഇങ്ങനെ ഒരു എന്താണ് ഇന്റേൺഷിപ്പ് എന്നുള്ള ഒരു ഇൻഡസ്ട്രി തന്നെ ഉണ്ടാകുമോ എന്ന് നമുക്ക് സംശയമുള്ള ഒരു കാലഘട്ടത്തിലേക്ക് പോകണം. അപ്പോൾ കുട്ടികൾ മാക്സിമം അവരുടെ പഠിക്കുന്ന സമയത്തെ തന്നെ നമ്മൾ മുന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ അവർക്ക് ലാംഗ്വേജിന്റെ, അതായത് ടൂളിന്റെ ബാരിയർ പൊട്ടിച്ചുകൊണ്ട് ടെക്നോളജിക്ക് ഉള്ളിലേക്ക് കടക്കണം. അതിപ്പോ റോബോട്ടിക്സിലാണെങ്കിലും AI-യിലാണെങ്കിലും സ്പേസ് സയൻസിലാണ്, ഏത് മേഖലയിലാണെങ്കിലും ടെക്നോളജി ആവശ്യമാണ്. ആ ടെക്നോളജിയുടെ ബാരിയർ പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്പേസ് സയൻസിലെയും ടെക്നോളജിയിലേക്ക് എത്താം, റോക്കറ്റ് സയൻസിലും നമുക്ക് ടെക്നോളജിയിലേക്ക് വരാനായിട്ട് കുട്ടികൾക്ക് സാധിക്കും. അതിൻ്റെ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സ്റ്റുഡൻസ് മാത്രം എഫേർട്ട് ഇട്ടാൽ പോരല്ലോ. അതായത് സ്റ്റുഡൻസ് എന്ത് ചെയ്തു, സ്റ്റുഡൻസിന് താല്പര്യമുണ്ട് അവർക്ക് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യണം, 4 വർഷം അവർക്ക് ഇൻഡസ്ട്രിയിൽ ഫുള്ളി ഇമേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യണം എന്നൊക്കെ തീരുമാനിച്ചു. പക്ഷേ ഇൻഡസ്ട്രി എവിടെ? അതായത് ക്യാമ്പസിനകത്ത് ഇൻഡസ്ട്രി ഉണ്ടോ? അവരെങ്ങനെ ഇൻഡസ്ട്രിയെ കണ്ടുപിടിക്കും? അല്ലെങ്കിൽ ഇൻഡസ്ട്രി അവിടെ ആരാ ഇൻഡസ്ട്രി ആയിട്ട് വരണ്ടേ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഇല്ലേ? അതെ. അപ്പോൾ അത് ശരിക്കും കമ്പനികൾ ചിന്തിക്കേണ്ട കാര്യമാണിത്. ഇപ്പോൾ നമ്മളിപ്പോൾ ടാൽറോപ്പിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് എന്നുള്ള ഒരു മിഷൻ തന്നെ നമ്മൾ അനൗൺസ് ചെയ്തതിൻ്റെ കാരണം ഇതായിരുന്നു. അതായത് ഒരു മാറ്റം, ആരെങ്കിലും ഒരാൾ ഈ മാറ്റം കൊണ്ടുവരണം. അത് നമ്മൾ ആ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യും, ഇത് മറ്റുള്ളവർ ഫോളോ ചെയ്തോളും. ഇപ്പം തന്നെ ക്ലാസ് റൂമുകൾ ഇപ്പോൾ സ്മാർട്ടാക്കി, അതായത് പ്രൊജക്ടറൊക്കെ വന്നു. ഏതോ ഒരു പ്രൈവറ്റ് സ്കൂൾ ആദ്യം എടുത്ത ഒരു ഇനിഷ്യേറ്റീവാണ് ഇന്ന് നമ്മുടെ എല്ലാ സ്കൂളുകളിലേക്കും എത്തിയത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ഒരാളുണ്ടാവും. അതാണ് നമ്മൾ പറഞ്ഞത് ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് എന്നുള്ള ആ ഒരു മിഷൻ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ജോബ് ഷുവർ ക്യാമ്പസ് എന്ന് നമ്മൾ പേരിട്ടുകൊണ്ട് നമ്മൾ ക്യാമ്പസുകൾക്കുള്ളിൽ നടത്തിയ ഈ ഒരു പ്രോഗ്രാം, അതായത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ തന്നെ ഒരു കുട്ടികളെ സെലക്ട് ചെയ്തു. നമ്മൾ 50 കുട്ടികളെയായിരുന്നു സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അവരെ എഞ്ചിനീയറിംഗിൻ്റെ ട്രെയിനിങ് നൽകി. അതിൽ നിന്നപ്പോൾ നമുക്ക് ഒരിക്കലും 50 കുട്ടികളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 50 കുട്ടികളും സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യില്ല. പക്ഷെ 5 കുട്ടികൾ കംപ്ലീറ്റ് ചെയ്യും. ഈ 5 കുട്ടികൾ ശരിക്കും എഞ്ചിനീയർ ആവേണ്ടവരാണ്, അവരാ ഇൻഡസ്ട്രിയിലേക്ക് എത്തിയവരാണ്. ബാക്കി 45 പേരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതല്ല അവരുടെ കരിയർ പാത്ത് എന്നുള്ള ഒരു റിയലൈസേഷൻ കിട്ടി. ഈ റിയലൈസേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒരിക്കലും എവിടെയും പറയാത്തൊരു കാര്യമാണ്. ഒരു കുട്ടിക്ക് ഒരു കരിയർ പറ്റുന്നില്ല, അതല്ലെങ്കിൽ ഇതല്ല എൻ്റെ കരിയർ എന്ന് തിരിച്ചറിയുന്നതാണ് ഒരു റോങ് കരിയറിൽ പോകുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. അപ്പോൾ അത് നമുക്ക് ആ ഒരു റിയലൈസേഷൻ വരുത്താൻ നമുക്ക് 45 കുട്ടികളിൽ പറ്റി, 5 കുട്ടികൾക്ക് ഇതാണ് എൻ്റെ കരിയർ എന്ന് റിയലൈസ് ചെയ്യാനും പറ്റി. അപ്പോൾ 2 രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം അതല്ലെങ്കിൽ ഈ ഒരു ഇനിഷ്യേറ്റീവ് സക്സസ് ആണ്. ഇനി മറ്റ് കമ്പനികളും വരും, ഓക്കെ, അത് വരിക തന്നെ ചെയ്യും. പിന്നെ ടാൽറോപ്പിനെ സംബന്ധിച്ചിടത്തോളം 140 സ്റ്റാർട്ടപ്പുകളാണ് ടാൽറോപ്പിൻ്റെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഡീപ് ടെക് ലെവലിലുള്ള സ്റ്റാർട്ടപ്പുകൾ വരുന്നുണ്ട്. ഇപ്പോൾ റോബോറ്റ് എന്നുള്ള റോബോട്ടിക് സ്റ്റാർട്ടപ്പ്, ഇപ്പോൾ ഫസ്റ്റ് അതിൻ്റെ പ്രോജക്റ്റ് റോബോട്ടിക് കഫേ ആണ്. ഈ റോബോട്ടിക് കഫേ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് കോളേജ് ലെവലിലുള്ള കുട്ടികളെ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് അവർ വർക്ക് ചെയ്യുന്ന റോബോട്ടിക്സിൽ വർക്ക് ചെയ്യുമ്പോൾ അവർ ഇൻഡസ്ട്രിയിലാണ്, ഈ റോബോറ്റിനുള്ളിലാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പം ഡിയോസിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും, അതുപോലെ മെൻവേയിൽ വർക്ക് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലുള്ള AI സ്റ്റാർട്ടപ്പുകളും IoT സ്റ്റാർട്ടപ്പുകളും കുട്ടികൾ ഡയറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടും. അപ്പം ഇതിനെ ഫോളോ ചെയ്തുകൊണ്ട് എന്തായാലും അപ്പോൾ അതൊരു തുടക്കക്കാരായി നമ്മൾ നിന്നുകൊണ്ടാൽ അതേ പാത പിന്തുടർന്ന് ബാക്കിയുള്ള ഇൻഡസ്ട്രി തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഇനിഷ്യേറ്റീവുകളിലേക്ക് ആദ്യം വരുന്ന ഏറ്റവും സ്മാർട്ടായിട്ടുള്ള കുട്ടികളായിരിക്കും. അപ്പോൾ ഒരു ഏർലി ബേർഡ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന എന്താണ്, നമുക്കിപ്പോൾ കിട്ടുന്ന ആ കോളേജിലെ ഏറ്റവും ബെസ്റ്റ് കുട്ടികളെ. അപ്പോൾ ഈ ബെസ്റ്റ് കുട്ടികൾ എന്ത് ചെയ്യും, നഷ്ടപ്പെടുമ്പോൾ മറ്റ് കമ്പനികൾ സ്വാഭാവികമായിട്ടും വരികയും ലാസ്റ്റ് ഇയറിലെ ഹയറിംഗ് എന്നുള്ളത് ഫസ്റ്റ് ഇയറിൽ സംഭവിക്കുകയും അവിടെ ആയിരിക്കും ആ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നത്. ഇത് തന്നെയാണ് മാറ്റം. അപ്പോൾ നമ്മൾ ഇനിഷ്യലി ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് കുട്ടികൾ നമ്മളിലേക്ക് വരും, ഇത് മറ്റുള്ളവർ കാണും, അവരത് കോപ്പി ചെയ്യും. അപ്പോൾ ഒരു 4 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ് ശരിക്കും ഇത്. അപ്പോൾ ആ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ബാച്ചിൽ നിന്ന് നമ്മുടെ ഹയറിംഗ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ 3-4 വർഷം കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഫസ്റ്റ് ബാച്ച് എടുത്തു. അപ്പോൾ ഇനി ഈ ഒരു പ്രോസസ്സ് ഇനി കണ്ടിന്യൂ ചെയ്ത് വരുമ്പോൾ എന്തായാലും കമ്പനീസ് വരും ഇവിടെ. അതുപോലെ തന്നെ ഞാൻ ഇപ്പം നമ്മൾ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസിന്റെ ഒരു വേർഷൻ നമ്മളിപ്പോൾ പറഞ്ഞു ക്യാമ്പസിന്റെ, അതായത് സത്യത്തിൽ അതൊരു അക്കാഡമിക്സ് ഫസ്റ്റ്, മറ്റേ നേരത്തെ പറഞ്ഞ ഹൈവേയിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതാണ് ഇപ്പോഴ് സ്കിൽ എന്തായത് സർവീസ് റോഡിലോട്ട് പോയിന്നാണ്. പക്ഷെ നമ്മൾ അതിന് പാരലായിട്ട് വേറൊരു പ്രോഗ്രാം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഇപ്പോൾ സ്കൂൾ ഓഫ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ പ്രോഗ്രാം. അതിൽ സ്കിൽ ഡെവലപ്മെന്റ് തന്നെയാണ് ഹൈവേ. അതിലൂടെ അതിനെ നമുക്കൊന്ന് അപ്പം നമ്മളവിടെ മനസ്സിലാക്കുന്നത് ഒന്ന് ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ്. ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് ആണ് നമുക്ക് അപ്പോഴും ഈ അഡീഷണൽ പ്രോഗ്രാമായിട്ട് നിൽക്കാൻ കഴിയുള്ളൂ. പക്ഷേ എന്ത് ചെയ്യാം, അത് പ്രോപ്പറായിട്ട് ഇൻഡസ്ട്രി തന്നെ റൺ ചെയ്യുന്ന രീതി. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് ഇൻഡസ്ട്രി ഓൺഡ് ക്യാമ്പസ് എന്നുള്ളത്.
അതായത് ക്യാമ്പസുകളെ ഓൺ ചെയ്യുന്നത് ഇൻഡസ്ട്രിയാണ്. അതിലാണ് നമ്മുടെ സ്കൂൾ ഓഫ് ടെക്നോളജി പ്രോഗ്രാമിൽ നമുക്ക് പക്ഷേ ഇനിഷ്യലി നമുക്ക് വളരെ ലിമിറ്റഡ് സീറ്റ്, നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് 250 കുട്ടികൾ. നമ്മുടെ ക്യാമ്പസിലേക്ക് നമുക്ക് 250 കുട്ടികളെയാണ് ഇപ്പോൾ സെലക്ട് ചെയ്യാനായിട്ട് കഴിയുന്നത്. അപ്പോൾ 250 കുട്ടികൾ വരുമ്പോൾ 50 കുട്ടികളെ നമുക്ക് സ്കൂൾ ഓഫ് റോബോട്ടിക്സിൽ കൊണ്ടുവരാം, 50 കുട്ടികളെ സ്കൂൾ ഓഫ് AI കൊണ്ടുവരാം, 50 കുട്ടികളെ സൈബർ സെക്യൂരിറ്റിയിൽ കൊണ്ടുവരാം, 50 കുട്ടികൾ IoT, 50 കുട്ടികൾ ഫുൾ സ്റ്റാക്ക്. ഇതാണ് നമുക്ക് മാക്സിമം ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു കമ്പനി എന്ത് ചെയ്യാണ്, ഇൻഡസ്ട്രി അതായത് അക്കാഡമിക്സിലേക്ക് വരികയും കുട്ടികൾ സ്കിൽ ഡെവലപ്മെൻറ്റ് ഫസ്റ്റ്, സെക്കൻഡ് വരുന്നത് അതായത് ഇതിനോടൊപ്പം തന്നെ അവർക്ക് ഡിഗ്രി വേണമല്ലോ. ഡിഗ്രി നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ എന്തായാലും ആവശ്യമാണ്. ഇപ്പോൾ 3 വർഷത്തെ ഡിഗ്രി അവർ പാരലലി ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ കുട്ടികൾക്ക് 3 വർഷം കഴിഞ്ഞിറങ്ങുമ്പോൾ 3 വർഷത്തെ ഡിഗ്രിയായി, 3 വർഷം എക്സ്പീരിയൻസ് ഉള്ള എഞ്ചിനീയറുമായി. ഇവർ ഡേ 1 വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാർട്ടപ്പിനോടൊപ്പമാണ്. സ്റ്റാർട്ടപ്പിന്റെ ഫൗണ്ടേഴ്സാണ് ഇത് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്റ്റാർട്ടപ്പ് എങ്ങനെയാണത് ചിന്തിക്കുന്നത്, എന്തൊക്കെയാണ് അതിൽ വരുന്ന ടെക്, അതായത് ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ നോക്കി എന്തെങ്കിലും ചെയ്യുകയല്ല, ഇന്നത്തെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് ഇന്നത്തെ കുട്ടികൾ ബിൽഡ് ചെയ്യാണ്. ഇതിൽ കൂടുതൽ എക്സ്പീരിയൻസ് അവർക്ക് കിട്ടാനില്ല. അപ്പോൾ ഇത്തരം പ്രോഗ്രാമുകളാണ് ഇനി നെക്സ്റ്റ് ജനറേഷൻ ഡിഗ്രി, അതായത് നെക്സ്റ്റ് ജെൻ ഡിഗ്രിയാണ് നമ്മളിപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഇപ്പോൾ മാറി ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, പാരൻസിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ട്രഡീഷണൽ ഒരു അക്കാഡമിക് സിസ്റ്റത്തിൽ നിന്ന് എങ്ങനെ മാറി ചിന്തിക്കും. പക്ഷേ ഒരു ഏർലി അഡോപ്റ്റേഴ്സ് ഉണ്ടാവും. ഇത്തരത്തിലുള്ള കുട്ടികൾ, അതായത് എനിക്ക് സംതിങ് യുണീക്ക് ആയിട്ട് ചെയ്യണം, ഏതല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം, എനിക്കൊരു കരിയറാണ് ഫസ്റ്റ് ബിൽഡ് ചെയ്യേണ്ടത്, അതല്ലെങ്കിൽ എനിക്ക് ഇൻഡസ്ട്രി സ്കിൽസ് ആണ് ഫസ്റ്റ് ബിൽഡ് ചെയ്യേണ്ടത് എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ ഓഫ് ടെക്നോളജിയിലേക്ക് വരാം. അതല്ല എനിക്ക് എന്താണ് അക്കാഡമിക്സിലേക്ക് തന്നെയാണ് പോകേണ്ടതെന്നുണ്ടെങ്കിൽ അവിടെയാണ് പിന്നെ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ്. അതിപ്പോൾ ക്യാമ്പസുകളാണ് അവിടെ ആ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത്. ഇവിടെ നമ്മൾ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ടാൽറോപ്പിൻ്റെ ഇനിഷ്യേറ്റീവിലേക്ക് കുട്ടികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് തന്നെ ഡയറക്റ്റ് വരാനായിട്ട് സാധിക്കും. അപ്പോൾ ക്യാമ്പസിനും ഓപ്ഷൻ ഉണ്ട്, കുട്ടികൾക്ക് ഡയറക്റ്റ് എടുക്കുന്നതിനുള്ള ഓപ്ഷനും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ സ്കൂൾ ഓഫ് ടെക്നോളജി ഇപ്പോൾ ഈ വർഷമാണ് നമ്മൾ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള രീതിയിൽ നമ്മളിപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി 3 വർഷമായിട്ട് കംപ്ലീറ്റ് ചെയ്ത് ഹയർഡ് ആയിട്ട് നമ്മുടെ എഞ്ചിനീയേഴ്സ് ഉണ്ട്. അതായത് സീനിയർ ലെവലിൽ നമുക്ക് എഞ്ചിനീയേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം നമ്മൾ ഒരു വേറൊരു രീതിക്കാണല്ലോ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നെ. അതെ, നമ്മൾ ഇത്രയും നാൾ പൈലറ്റ് റൺ, അതായത് ഒരു പ്രോഗ്രാം നമ്മളൊരു വലിയ ഓഡിയൻസിലേക്ക് എത്തുന്നതിന് മുന്നേ തീർച്ചയായിട്ടും നമ്മളതിൻ്റെ പൈലറ്റ് റൺ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതല്ലാതെ നമ്മളൊരു വലിയൊരു മാർക്കറ്റിംഗ് ക്യാമ്പയിനിലൂടെ അതല്ലെങ്കിൽ ഒരു ക്യാമ്പസ് അക്വയർ ചെയ്തുകൊണ്ടോ നമ്മൾ ചെയ്യുന്നത് ഒരിക്കലും അതല്ല നമ്മൾ വേണ്ടത്. നമ്മൾ ആദ്യം അതിനൊരു ഇനിഷ്യൽ ഒരു റണ്ണ്, അതൊരു ചെറിയ ബാച്ചിൽ നമ്മളിപ്പോൾ എന്ത് ചെയ്തു, 40 സ്റ്റുഡൻസിൻ്റെ ബാച്ചിലാണല്ലോ നമ്മൾ ഇതിന് മുന്നേ നടത്തിയിട്ടുണ്ടായത്. അപ്പോൾ 40 കുട്ടികളെ സക്സസ്ഫുൾ ആയിട്ട് നമ്മളിപ്പോൾ 3 വർഷം കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ പുറത്തേക്ക് ഇറക്കി. അപ്പോഴാണ് ആ ഒരു കോൺഫിഡൻസിലേക്ക് എത്തിയത്. ഓക്കെ ഫൈൻ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സിസ്റ്റം പ്രോപ്പർലി ടെസ്റ്റഡ് ആണ്, അതുപോലെ തന്നെ ഇത് ഡിസൈൻ ചെയ്തേക്കുന്ന രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്നതാണ്, കുട്ടികളിലേക്ക് ആ റിസൾട്ട് എത്തിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ വർഷത്തിൽ നിന്ന് ഫൈൻ ട്യൂൺ ചെയ്താണ് നമ്മൾ സെക്കൻഡ് ഇയറിലേക്ക് എത്തിയത്. സെക്കൻഡ് ഇയറിൽ നിന്ന് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആക്കിയാണ് നമ്മൾ തേർഡ് ഇയറിലേക്ക് എത്തിയത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ആ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ഫുള്ളി സ്ട്രക്ചേർഡായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനിയും നമുക്കിപ്പോൾ 250 സ്റ്റുഡൻസിലേക്കാണ് എത്താൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് 3 ക്യാമ്പസ്, ഇപ്പോൾ നമ്മൾ 3 ലൊക്കേഷൻസിലായിട്ട് ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. സൗത്തിൽ വരുമ്പോൾ പൽപ്പു എന്നുള്ള ഒരു ക്യാമ്പസിനെ നമ്മൾ അക്വയർ ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് മുന്നേ ഒരു കോളേജ് ആയിരുന്നു. ആ കോളേജിനെ ഇൻഡസ്ട്രി ഓൺഡ് ക്യാമ്പസായി നമ്മൾ കൺവേർട്ട് ചെയ്യും. അവിടെ നമ്മുടെ ഈ പ്രോഗ്രാം വരുമ്പോൾ അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു ക്യാമ്പസിനുള്ളിൽ പക്ഷേ അവിടെ റൺ ചെയ്യുന്നത് 5 കമ്പനികൾ, 5 റിയൽ കമ്പനികൾ വന്നാണ് ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്നത്. അപ്പോൾ സൗത്ത് സൈഡിലുള്ള കുട്ടികൾക്ക് ഈ പൽപ്പു ക്യാമ്പസിൽ വന്നുകൊണ്ട് അവർക്ക് പഠിക്കാനായിട്ട് കഴിയും. ഇനി അടുത്ത് സെൻട്രൽ കേരളയിലേക്ക് വരുമ്പോൾ കൊച്ചിയിലെ നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സ്, നമ്മുടെ ക്യാമ്പസാണ് വരുന്നത്. അപ്പം അവിടെയും കുട്ടികൾക്ക് ഈ ഒരു പ്രോഗ്രാം പഠിക്കാനായിട്ട് പറ്റും. ഇനി മലബാർ സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ 2 ലൊക്കേഷൻസിലായിട്ടാണ്. മലബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മലപ്പുറത്തും രണ്ടാമത്തേത് കണ്ണൂരുമായിട്ടുള്ള 2 സ്പേസസിലായിട്ട് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ, നമ്മുടെ ടെക്കീസ് പാർക്ക് എന്നുള്ള ഇൻഫ്രാസ്ട്രക്ചറിനുള്ളിലാണ് ഈ ഒരു പ്രോഗ്രാം വരുന്നത്. അപ്പോൾ നമുക്ക് കേരളത്തിലെ ഏത് ലൊക്കേഷനിലുള്ള കുട്ടിക്കും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ആക്സസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ഇപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത്. ഇനി അടുത്ത വർഷങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ലൊക്കേഷൻസിലേക്ക് അൺലോക്ക് ചെയ്ത് കൊണ്ടുവരാനും അപ്പോൾ കുട്ടികൾക്ക് വന്നു പോകാൻ കഴിയുന്നത്. ഇപ്പോൾ നമ്മൾ ഇതൊരു റെസിഡൻഷ്യൽ ക്യാമ്പസും കൂടി ആയിട്ടാണല്ലോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏത് ലൊക്കേഷനിലുള്ള കുട്ടിയാണെങ്കിലും വന്ന് നിന്ന് പഠിക്കാനും അവരുടെ കമ്പനീസിൻ്റെ റിയൽ എക്സ്പീരിയൻസ് നേടാനും അവർക്ക് സാധിക്കും. ഇപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഓൺഡ് ക്യാമ്പസ് 2 മെത്തേഡും പറഞ്ഞു. അപ്പോൾ 2 മെത്തേഡും പറയുമ്പോഴത്തേക്ക് അക്കാഡമിക്സിനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ, എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്ലി അഫക്റ്റ് ചെയ്യുന്ന രീതിക്കാണ് നമ്മൾ ബിൽഡ് ചെയ്തേക്കുന്നത്. പക്ഷേ പലപ്പോഴും പാരൻസ് അതിനോട്
ചിലപ്പോഴും എന്ത് ചെയ്യുന്നില്ല, ഈ ന്യൂ മെത്തേഡ് അവർക്ക് സപ്പോർട്ട് ചെയ്യണമെന്നില്ല. അതെ, അവർ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു മെത്തേഡ്. അപ്പോൾ സത്യത്തിൽ പാരൻസ് അല്ലേ ഇതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടത്? സ്റ്റുഡൻസിന് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും പാരൻസ് ആണല്ലോ അതിന് വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്കും അതൊരു തോന്നലാണ്. കാരണം ഇപ്പോൾ പുറത്തേക്ക് കുട്ടികളെ ജർമ്മനിയിൽ UK പറഞ്ഞയക്കുന്ന കുട്ടികൾ എന്തുകൊണ്ട് കുട്ടികൾ പുറത്തേക്ക് അയക്കുന്നു എന്ന് പറയുമ്പോൾ അവരെല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, കോമ്പിനേഷൻ ഓഫ് സബ്ജക്ട്സ് അവിടെ പോസിബിൾ ആണ്. നമ്മളിപ്പോൾ ഇവിടെ പറയുകയാണെങ്കിൽ മാത്സ് പഠിക്കുന്നവർക്ക് മാത്സ് മാത്രം പഠിക്കാൻ ഒരു ഓപ്ഷനേ ഉള്ളൂ. പക്ഷേ അവിടെ മാത്സും എന്താ കുക്കിംഗ് വേണമെങ്കിൽ അതും കൂടി ചേർത്ത് നമുക്ക് അതിവിടെ ചിന്തിക്കാൻ പറ്റും. മാത്സ് പഠിക്കുന്ന ആൾ എന്തിനാ ഇപ്പോൾ കുക്കിംഗ് പഠിക്കണമെങ്കിൽ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചൂടെ, അല്ലെങ്കിൽ ഒരു ഷെഫ് ആകാൻ എന്താണ് കോഴ്സ്, അതാണ്. പക്ഷെ അവരും അവിടെ എന്താ അവിടെ പറയുന്നതിന്റെ റീസൺ എന്താണ്, കുട്ടിക്ക് പാർട്ട് ടൈം വർക്ക് ചെയ്യാനും ഏൺ ചെയ്യാനും പറ്റുന്നുണ്ട്, അതോടൊപ്പം തന്നെ കോമ്പിനേഷൻ ഓഫ് സബ്ജക്ട് ചൂസ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് വലിയൊരു റീസൺ ആയിട്ട് പറയുന്നത്. അതായത് പാരന്റ്സ് ഒരു പരിധി വരെ എന്താണ് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇവിടെ കാണിക്കാൻ അവർക്ക് മാതൃകകളോ മോഡലോ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ഇതിന് കൂടുതൽ അവെയറായി വരുമ്പോൾ എല്ലാവരും അതിനെ ഗ്രാജുവലി സപ്പോർട്ട് ചെയ്ത് വരും. അതായത് ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ്, ഇൻഡസ്ട്രി ഓൺ ദി ക്യാമ്പസ് എന്നുള്ള ഈ രണ്ട് കോൺസെപ്റ്റുകൾ നമ്മൾ കൂടുതൽ പാരൻസിലേക്കും കുട്ടികളിലേക്കുമുള്ള അവയർനെസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് ശരിക്കും ഇതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അതിലൂടെ ആയിരിക്കും മറ്റ് കമ്പനികൾ അവരുടെ ഇനിഷ്യേറ്റീവ്, അതായത് ഇപ്പോൾ ഇൻഫോസിസ് പോലുള്ള വലിയ കമ്പനികൾക്ക് ഓൾറെഡി തന്നെ ക്യാമ്പസുകളുണ്ട്. ഇപ്പോൾ സോഹോ സ്കൂളുണ്ട്. പക്ഷേ അതൊക്കെ ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ മാത്രമേ അക്കോമഡേറ്റ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ സോഹോ സ്കൂൾ പോലെ അതുപോലെ തന്നെ നമ്മുടെ സ്കൂൾ ഓഫ് ടെക്നോളജി പോലുള്ള ഇനിഷ്യേറ്റീവുകൾ എല്ലാ ക്യാമ്പസുകളിലും, ഇപ്പോൾ കേരളത്തിൽ ഏകദേശം 500ഓളം ക്യാമ്പസുകളുണ്ട്. ഈ 500 ക്യാമ്പസുകളിലും ഒരു കമ്പനി വീതം വരികയാണെങ്കിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് കിട്ടുന്നതിനായിട്ട് വേറെ എവിടേക്കും പോകേണ്ടി വരില്ല. അവർക്ക് കേരളം എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ തന്നെ അവർക്ക് പഠിക്കാനും അവർക്ക് എക്സ്പീരിയൻസ് നേടാനും അവർക്കൊരു സ്വന്തമായൊരു സ്റ്റാർട്ടപ്പിലേക്ക്, അതായത് എല്ലാവരും ജോബിന് വേണ്ടി അല്ല തയ്യാറെടുക്കേണ്ടത്, കുറച്ച് പേര് സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടി തയ്യാറെടുക്കണം. അവരുടെ സ്വന്തമായിട്ടുള്ള ഒരു ഫേം അല്ലെങ്കിൽ ഒരു ഇനിഷ്യേറ്റീവ് ഇവിടെ ഉണ്ടാവണം. എന്നാൽ മാത്രമേ പുതിയ ജോബ് ക്രിയേറ്റ് ആവുള്ളൂ. അതായത് ഗ്ലോബൽ പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്ത് സോൾവ് ചെയ്യുന്ന കുട്ടികളായിട്ട് നമ്മുടെ കോളേജിൽ നിന്നുള്ള 1% കുട്ടികളെങ്കിലും വന്നിട്ടില്ലെങ്കിൽ നമുക്ക് നമ്മുടെ എക്കോണമി വളർത്താനായിട്ട് കഴിയില്ല. നമ്മുടെ കുട്ടികൾ ഇങ്ങനെ ജർമ്മനിയിലേക്ക് പോയി അവിടെ ടാക്സ് പേ ചെയ്യുന്നവരായി കഴിഞ്ഞാൽ നമ്മുടെ എക്കോണമി താഴേക്ക് പോകത്തേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ എക്കോണമി ബൂസ്റ്റ് ആകണമെങ്കിലും ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ്, ഇൻഡസ്ട്രി ഓൺ ദി ക്യാമ്പസ് എന്നുള്ള കോൺസെപ്റ്റ് നമുക്ക് അനിവാര്യമാണ്. ഇപ്പോൾ ഈ ഒരു നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിനൊന്ന് സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ 3 ടൈപ്പ് ഓഫ് ആൾക്കാരും, അതായത് ക്യാമ്പസുകളും ഇൻഡസ്ട്രികളും സ്റ്റുഡൻസ് പ്ലസ് പാരൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കമ്മ്യൂണിറ്റി, 3 ടൈപ്പ് ആൾക്കാരും എന്ത് ചെയ്യേണ്ടതുണ്ട്, മാറി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഒരു മാറ്റം ഓൾറെഡി നമ്മളായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ടാൽറോപ്പായിട്ടും നമ്മൾ സ്റ്റേപ്പായിട്ടും നമ്മൾ ഇതിൻ്റെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് ഫോളോ അപ്പ് ചെയ്ത് ബാക്കിയുള്ളവരും, ബാക്കി ഇൻഡസ്ട്രീസും ക്യാമ്പസുകളും സ്റ്റുഡൻസ് ആൻഡ് പാരൻസും വരേണ്ടതായിട്ടുണ്ട്. അതെ. അപ്പോൾ നമ്മൾ ഈ പറയുന്ന അക്കാഡമിക് ഇൻഡസ്ട്രി ഗ്യാപ്പ് എന്നുള്ളത് നമുക്കങ്ങ് മെർജ് ചെയ്യുന്നതിനും അക്കാഡമിക്സും ഇൻഡസ്ട്രിയും രണ്ടല്ല ഒന്നാണെന്നും നമുക്ക് ആക്കി തീർക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് ആൻഡ് ഇൻഡസ്ട്രി ഓൺ ദി ക്യാമ്പസ് ആയിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ നമ്മുടെ പ്രോഗ്രാംസും അതുപോലെ തന്നെ ഇനി എങ്ങനെ ആകണം എന്നുള്ളൊരു വിഷനുമാണ് നമ്മളിന്ന് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കൂടുതൽ ഇനിയും അടുത്ത ടോപ്പിക്കുകൾ, എഡ്യൂക്കേഷനിൽ ഇനി അടുത്ത് വരേണ്ട മാറ്റങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മൾ ഇതുവരെ ചെയ്ത റിസൾട്ടുകളെ കുറിച്ചിട്ടും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ താങ്ക് യു.